ഹലോ ഗൈസ്, നവംബർ ഡിസംബറിൽ അങ്ങനെ ഫോൺസ് ഒന്നും ലോഞ്ച് ചെയ്യാതിരിക്കുകയായിരുന്നു. പക്ഷേ 2024 ഒരു സ്പെഷ്യൽ വർഷമായിരുന്നു. കാരണം ഡിസംബറിൽ കുറേ ഫോൺസ് വരുന്നുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്നാപ്ഡ്രാഗണിൻ്റെ 8 ഇലൈറ്റ് എന്ന പ്രോസസ്സർ നേരത്തെ ഇറങ്ങി. അതുകൊണ്ടാണ് നവംബർ ഡിസംബറിൽ കുറേ ഫോൺസ് ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഈ വർഷം ഒരു നല്ലൊരു വർഷമാണ്. കാരണം ഡിസംബറിൽ തന്നെ ഏകദേശം ഫോൺസ് എല്ലാം ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അങ്ങനെ ബഡ്ജറ്റ് സെഗ്മെന്റ് ഫോൺസ് നോക്കുവാണെങ്കിൽ അണ്ടർ 20,000 ഫോൺസ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. അതിൽ റെഡ്മിയുടെ നോട്ട് 14 എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങുന്നുണ്ട് ഡിസംബറിൽ. 6.67 ഇഞ്ചിന്റെ ഒരു ഫുൾ HD 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു മീഡിയ ടെക്കിന്റെ 7025 എന്ന് പറഞ്ഞാൽ അൾട്രാ പ്രൊസസ്സറാണ് വരുന്നത്. 6GB 8GB കാണും. LPDDR4X RAM ഉണ്ട്, 128GB ഉണ്ട്, 256GB ഉണ്ട്, UFS 2.2 ഉണ്ട്. ഒരു 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ, 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ, ഒരു 5110 mAh ഒരു ബാറ്ററി വിത്ത് 45 വാട്ടിൻ്റെ ചാർജർ കാണും. ആൻഡ്രോയിഡിൽ 14 വരുന്നത്. ഹൈപ്പർ OS ആണ് വരുന്നത്. നവംബർ 9 ലോഞ്ച് ചെയ്യുന്നത്. പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന 15,000 അണ്ടറിലാണ് ഞാൻ എക്സ്പെക്ട്. ഒരു റൂമർ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 14 വരാൻ പോകുന്നത്. കാരണം അതൊരു അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഹൈപ്പർ OS ഒക്കെ തന്നെ ആൻഡ്രോയിഡ് 15 ഓൾറെഡി ലോഞ്ച് ചെയ്തു, ആൻഡ്രോയിഡ് 16 ലോഞ്ച് ചെയ്തു. 15 എല്ലാ മൊബൈലിലും വന്നു തുടങ്ങി. പിന്നെ ആൻഡ്രോയിഡ് 14 ഒരു നല്ല കാര്യമല്ല. കാരണം ആൻഡ്രോയിഡ് 16 ഓൾറെഡി ലോഞ്ച് ആയി. അപ്പോൾ ആൻഡ്രോയിഡ് എന്തായാലും ഷവോമി, റെഡ്മി അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് പറയാമല്ലോ, റിയൽമി അതേപോലെ ഒരു ഫോൺസ് ഇറക്കും. റിയൽമിയുടെ ഒരു അണ്ടർ ബഡ്ജറ്റ് ഫോണാണ്. അപ്പോൾ റിയൽമിയുടെ 14X എന്ന് പറഞ്ഞൊരു ഫോൺ വന്ന് അണ്ടർ 12,000 റുപ്പീസിന് ആണ് വരുന്ന. ഒരു ഇൻട്രസ്റ്റിംഗ് ഫോണാണ് എനിക്ക് തോന്നുന്നു. 6.72 ഇഞ്ചിന്റെ ഒരു LCD പാനലാണ് വരുന്നത്. ഫുൾ HD പക്ഷേ 120 ഹെർട്സ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡയമണ്ട് സെറ്റിയുടെ 6100+ പ്രോസസ്സറാണ് വരുന്നത്. 628GB RAM കാണും. LPDDR4X RAM ആണ്. ഒരു 128GB കാണും. ഒരു 256GB ആണ്. UFS 2.2 ആണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസർ, ഒരു 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ, പിന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ സെൽഫി സെൻസറാണ് വരുന്നത്. പിന്നെ 5000 mAh ബാറ്ററി ഉണ്ട്. എന്തായാലും അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പിന്നെ ഒരു 45 വാട്ടിൻ്റെ ചാർജർ ഇവിടെയുണ്ട്. റിയൽമി UI 6 വരുന്നത്. ആൻഡ്രോയിഡ് 15 വരുന്നത്. ഇത് അണ്ടർ 12,000 റുപ്പീസ് ആയിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും സ്പെക്സ് എല്ലാം ഓക്കെ. ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം. അടുത്തതെന്ന് വെച്ചാൽ റെഡ്മി 14 വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോണാണ് റെഡ്മി 14. റെഡ്മി 14 സ്പെക്സ് വരുന്നത് വെച്ചാൽ 6.72 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 120 ഹെർട്സിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 7S Gen 3 പ്രോസസ്സർ ആണ് വരുന്നത്. ഒരു 628GB RAM കാണും. LPDDR4X RAM ഉണ്ട്. ഒരു 128GB 256GB കാണും. ഒരു 50 മെഗാ പിക്സലിന്റെ പ്രൈം സെൻസർ, ഒരു 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ, 2 മെഗാ പിക്സൽ മാക്രോ സെൻസർ കാണും. ഒരു സെൽഫി ക്യാമറ 16 ആയിരിക്കും വരുന്നത്. ഒരു 5000 mAh ബാറ്ററി ഉണ്ട്. ഒരു 65 വാട്ടിന്റെ ഒരു ചാർജർ ഉണ്ട്. ആൻഡ്രോയിഡ് 15 വരാൻ പോകുന്നത്. റിയൽമി UI 6 വരാൻ പോകുന്നത്. ഇതിന്റെ പ്രൈസ് അണ്ടർ 20,000 വന്നാൽ നല്ലൊരു ഓപ്ഷനാണ്. റിയൽമിയുടെ നല്ലൊരു റിയൽമി ഫോണായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം സ്പെക്സ് വെച്ച് നോക്കും. പക്ഷേ 7S Gen 3 ഒരു ഓൾഡർ പ്രോസസ്സർ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ്. അടുത്ത കാറ്റഗറി എന്ന് വെച്ചാൽ അണ്ടർ 30,000 റുപ്പീസിന്റെ ഫോൺസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ റെഡ്മി 14 Pro ആണ് വരുന്നത്. അതിന്റെ സ്പെക്സ് നോക്കാം. ഒരു 6.67 ഇഞ്ചിൻ്റെ ഒരു OLED ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷൻ ഇവിടെ വരുന്നുണ്ട്. ഒരു 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ. മീഡിയ ടെക്കിൻ്റെ ഡയമണ്ട് സെറ്റി 7300 ആണ് വരുന്നത്. അൾട്രാ പ്രോസസ്സറാണ് വരുന്നത്. 8GB ഉണ്ട്, 128GB ഉണ്ട്, DDR4X RAM വരുന്നത്. പിന്നെ 128GB 256GB ഉണ്ട്. UFS 2.2 ആണ് വരുന്നത്. ഒരു 50 മെഗാ പിക്സലിൻ്റെ ഒരു സോണിയുടെ സെൻസറാണ് വരുന്നത്. 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ, 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ, പിന്നെ 20 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി സെൻസർ വരുന്നുണ്ട്. പിന്നെ 5500 mAh ബാറ്ററി, ഒരു 45 വാട്ടിൻ്റെ ഒരു ചാർജർ. ആൻഡ്രോയിഡ് 14 വരുന്നത്. ഹൈപ്പർ OS വരുന്നത്. ഇത് 9 ലോഞ്ച് ഇവന്റ് എനിക്ക് തോന്നുന്നു. എക്സ്പെക്റ്റഡ് 9 പിന്നെ 27,000 താഴെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് വരാൻ പോകുന്നത്. അടുത്ത ഫോൺ എന്ന് വെച്ചാൽ റിയൽമിയുടെ ഫോണാണ്. റിയൽമി 14 Pro ആണ്. അതിൻ്റെ സ്പെക്സ് നമുക്ക് നോക്കാം. 6.72 ഇഞ്ചിൻ്റെ ഒരു AMOLED ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ. ഡയമണ്ട് സെറ്റിയുടെ 7025 അൾട്രാ പ്രോസസ്സറാണ് വരുന്നത്. 8GB ഉണ്ട്, 128GB സ്റ്റോറേജ് ഉണ്ട്. ഒരു DDR4X RAM വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യം നമുക്കിവിടെ ഒരു റിവ്യൂയിൽ വന്നിട്ടില്ല. പിന്നെ 6000 mAh ബാറ്ററി, ഒരു 65 വോൾട്ടിന്റെ ചാർജർ. ആൻഡ്രോയിഡ് 15 വരാൻ പോകുന്നത്. എക്സ്പെക്ടേഷൻ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 അണ്ടറിലായിരിക്കും വരാൻ പോകുന്നത്. ഇത് ഡേറ്റ് ഡിസംബറിലാണ് എക്സ്പെക്ടേഷൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത് ഡിസംബറിൽ കാണാനുണ്ട്. ഡിസംബർ അവസാനത്തോടുകൂടി, എൻഡോടുകൂടി കാണത്തുള്ളൂ. റിയൽമി 14 Pro എന്ന് പറഞ്ഞ ഡിവൈസ്. ഇതിൻ്റെ പ്രൈസ് 25,000 അണ്ടറിലായിരിക്കും വരാൻ പോകുന്നത്. അടുത്ത ബഡ്ജറ്റ് എന്ന് വെച്ചാൽ 50 മണ്ടയ്ക്കോട്ടുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ iQ13 ആണ്. അതെന്തായാലും ഡിസംബർ 3 വരും. iQ13 സ്പെക്സിലോട്ട് നമുക്ക് നോക്കാം. സ്പെക്സ് വരുന്നത് വെച്ചാൽ 6.7 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 1.5K റെസൊല്യൂഷൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ്
വരുന്നത്. പിന്നെ ഇത് ഞാൻ അല്ലാതെ പറഞ്ഞോളൂ. ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് പിന്നെ വരുന്നത്. പിന്നെ 8GB റാം വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 888 ആണ് വരുന്നത്. 12GB റാമിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ D5X റാം വരുന്നുണ്ട്. UFS 4.0 അൾട്രയാണ് വരുന്നത്. 128GB കാണും, 256GB കാണും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 50 മെഗാപിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ ക്യാമറയാണ്. അതിൽ 2x ഒരു പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ 6000 mAh ബാറ്ററി, ഒരു 125 വാട്ടിൻ്റെ ചാർജർ. പിന്നെ ഡിസംബർ 3-ാം തീയതിയാണ് ഇറങ്ങാൻ പോകുന്നത്. എക്സ്പെക്ടേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ 60,000 ആണ്. 59,999 ആണ് ഞാൻ പറയുന്ന പ്രൈസ്. കാരണം അത്രയും വരും. കാരണം സ്നാപ്ഡ്രാഗണിൻ്റെ 888 ആണ് വെച്ചുകൊണ്ട് ഇച്ചിരി പ്രൈസ് കൂടുതലാവും. ഇതിന് മണ്ടയ്ക്കോട്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു 65-ൻ്റെ അകത്ത് നമുക്ക് എന്തായാലും കിട്ടും. സ്റ്റാർട്ടിങ് വേരിയൻറ്റിൽ നമുക്ക് ഒരു 60,000 കിട്ടാൻ സാധ്യതയുണ്ട്. ബാങ്ക് ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ. പിന്നെ IP68, 69 ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അണ്ടർ വാട്ടറിലൊക്കെ നമുക്ക് ഇടാം. അണ്ടർ വാട്ടർ ഷൂട്ടിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അണ്ടർ വാട്ടറിൽ ഇടാം. പിന്നെ 8K റെസൊല്യൂഷൻ ഉണ്ട്, നമുക്ക് 30 FPS എടുക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല ക്യാമറയാണ്. ചൈനയിലൊക്കെ ഇറങ്ങിയതിൽ റിവ്യൂ ചെയ്തതിൽ 3 ക്യാമറാസും അത്യാവശ്യം നല്ല ക്യാമറ. വീഡിയോഗ്രാഫിയും പ്രെറ്റി ഗുഡായിട്ടാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് വരുമ്പോൾ നോക്കാം. X200 Proയിൽ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2K ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. OLED ഡിസ്പ്ലേ, എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. കോഡ് കർവ് ഡിസ്പ്ലേ എന്ന് പറയും. 4 സൈഡും കർവ് ആയിരിക്കും. ബൾജ് പോലെ 3D ഡിസ്പ്ലേ പോലെ ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ നമുക്ക് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ക്യാമറ വരുന്ന 50 മെഗാപിക്സലിൻ്റെ ഒരു ഡുവൽ സെൻസറും ഒരു 200 മെഗാപിക്സലിൻ്റെ ഒരു 3x പെരിസ്കോപ്പ് ലെൻസും വരുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം പെരിസ്കോപ്പ് ലെൻസിൻ്റെ ഒരു കളിയാണ് എല്ലാ ഡിവൈസിലും. 2x 3x, ഇതിൽ 3x ആണ് വരുന്നത്. 200 മെഗാപിക്സലിൻ്റെ ആണ് വരുന്നത്. പിന്നെ ഡയമണ്ട് സെറ്റിയുടെ 9400 എന്നൊരു ഫ്ലാഗ്ഷിപ്പ് ചിപ്പ് സെറ്റ് ആണ് വരുന്നത്. അതാണ് വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് അതിൽ ഗെയിമിങ്ങിലൊക്കെ നോക്കും. പിന്നെ ക്യാമറ X200 സീരീസിൽ അടിപൊളിയാണ്. X100 സീരീസിൽ അടിപൊളിയാണ്. എന്തായാലും വരുമ്പോൾ ചൈനീസിലുള്ള വേരിയന്റിൽ അടിപൊളി ക്യാമറാസ് ആണ് പറയുന്നത്. ഈ മാസം തന്നെയാണ് അതും ഇറങ്ങാൻ പോകുന്നത്. പിന്നെ എന്ന് വെച്ചാൽ X200 വരുന്നുണ്ട്. X200 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് 1.5K റെസൊല്യൂഷൻ ആണ് വരുന്നത്. 9400 ആണ് വരുന്നത്. DDR5X റാം ആണ് വരുന്നത്. UFS 4.0 ആണ്, അൾട്രയിലാണ് വരുന്നത്. പിന്നെ ഇതിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഡൗൺഗ്രേഡ് വരുന്ന ക്യാമറയിൽ മാത്രമേ ഉള്ളൂ. ട്രിപ്പിൾ സെൻസർ ആണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ സെൻസർ. അതിൽ നമുക്ക് 2x പെരിസ്കോപ്പ് ലെൻസ് ഒരെണ്ണത്തിൽ വരുന്നുണ്ട്. ഇത്രേ വരുന്നുള്ളൂ. മറ്റേ 200 മെഗാപിക്സൽ ആണ്. പിന്നെ സൈസ് കുറച്ചുകൂടി ചെറുതാണ് വരുമ്പോൾ. പിന്നെ ബാറ്ററി 5700 mAh ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം എല്ലാം കൊണ്ടൊരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇത്രയൊക്കെ ഫോണുകളാണ് ഇന്ത്യയിൽ ഈ മാസം ഇറങ്ങാൻ പോകുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക.